ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, പൂരി. എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും പൂരി ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. നല്ലവണ്ണം തിളച്ച വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചൂടുണ്ടായാൽ മതി. ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് അല്പം റവ ചേർക്കുക. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ റവ ചേർത്തിട്ടുള്ളത്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി കൈകൊണ്ട് കുഴയ്ക്കുക. ചപ്പാത്തി മാവിൻ്റെ അത്ര തന്നെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം മാവെടുത്ത് ഉരുളകളാക്കി വെക്കണം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദാമാവും ചേർക്കാം. റവ ചേർക്കുമ്പോഴാണ് പൂരിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത്. നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആവണമെങ്കിൽ റവ തന്നെ ചേർക്കണം. ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മാവെല്ലാം എടുത്ത് ഉരുളകളാക്കി വെച്ച് അതിന് മുകളിൽ ഓയിലോ വെളിച്ചെണ്ണയോ പുരട്ടി കൊടുക്കണം. അതിനുശേഷം ആ ഉരുളയാക്കിയ മാവ് എടുത്തിട്ട് പ്രസ്സിൽ നന്നായി അമർത്താം. നല്ലവണ്ണം നൈസായി പോവരുത് പൂരി. അത്യാവശ്യം ഒരു കട്ടിയിലായിരിക്കണം പരത്തുന്നത്. അങ്ങനെ എല്ലാ മാവും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പരത്തി വെച്ചത് ചുട്ടെടുക്കാം. തിരിച്ചു മറിച്ച് നന്നായി മൊരിച്ചെടുക്കുക. അത്യാവശ്യം കത്തുകയും വേണം, പിന്നെ അത്യാവശ്യം എണ്ണയും ഉണ്ടായിരിക്കണം. ഒരു മീഡിയം സൈസിലായിരിക്കണം തീ കൂട്ടി വെക്കേണ്ടത്. അങ്ങനെ ഇതാ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക.